Good afternoon. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് റിട്ടൈനിങ് വാളിനെ കുറിച്ചാണ്. റിട്ടൈനിങ് വാളിന്റെ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സസ്, അതിൽ ഏതൊക്കെ ടൈപ്പ് പ്രഷറുകൾ വരുന്നുണ്ട്, അത് വരുന്ന ഫോഴ്സുകൾ ഏതൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. കാര്യം ശ്രദ്ധിക്കണം, റിട്ടൈനിങ് വാളും ഡാമും നമ്മൾ സിമിലർ ആയിട്ട് തന്നെ ചെയ്യണം. അവിടെ ആക്ട് ചെയ്യുന്ന ലാറ്ററൽ പ്രഷറിന്റെ ഇക്വേഷൻ മാത്രമേ വ്യത്യാസമുള്ളൂ. ഓക്കെ, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു 2 പ്രോബ്ലം കൂടി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, പിന്നീട് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഡയഗ്രാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞാൻ മനസ്സിലാക്കുന്നത്. ഡയഗ്രത്തിൽ നമ്മൾ വാട്ടർ ആണ് കാണിക്കുന്നതെങ്കിൽ നോർമലി ഒരു ട്രയാങ്കിൾ ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ ഒരു കർവ് കാണിക്കുക ചെയ്യാം. ഓക്കെ, നമ്മൾ എർത്ത് ആണ് റിട്ടേൺ ചെയ്യുന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ഒരു ആരോ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇങ്ങനെയുള്ള ഒരു ആരോ ടൈപ്പ് കാണിച്ചിട്ടുള്ളത്. അപ്പൊ അത് ശ്രദ്ധിക്കണം, എപ്പോഴും റിട്ടേണിംഗ് വാൾ ഡ്രോ ചെയ്യുമ്പോൾ ഇങ്ങനെ വരക്കണം. ഇത് ആക്ച്വലി രണ്ടും നല്ല വ്യത്യാസമുള്ള ഒരു സംഭവമാണ്. ഡാം എന്ന് പറഞ്ഞാൽ വെരി ഹെവി സ്ട്രക്ചർ ആണ്, വെരി നല്ല ഹൈറ്റ് ഉള്ള 12 മീറ്റർ 15 മീറ്റർ ഒക്കെ ഹൈറ്റ് ഉള്ള വലിയ സ്ട്രക്ചർ ആണ് ഡാംസ് എന്ന് പറയുന്നത്. റിട്ടേണിംഗ് വാൾ എന്ന് പറഞ്ഞാൽ ശരിക്കും അതിന്റെ ഒരു മിനിയേച്ചർ ആണ്. ഓക്കെ, പക്ഷെ നമ്മുടെ അനാലിസിസ് പാർട്ട് രണ്ടും സിമിലർ ആയതുകൊണ്ട് നമ്മൾ വരക്കുമ്പോ ഒക്കെ ഒരുപോലെ വരക്കണു. പക്ഷെ അത് രണ്ടും രണ്ട് സ്കെയിലിലുള്ള സാധനമാണ്. ഓക്കെ, രണ്ടും ഒന്ന് വലിയ ഹെവി സ്ട്രക്ചർ ആണ്, എന്നൊരു ചെറിയ സ്ട്രക്ചർ ആണ്. റിട്ടേണിംഗ് വാളിൽ എന്നൊക്കെ പറഞ്ഞാൽ മാക്സിമം 6 മീറ്റർ ഹൈറ്റ് ഒക്കെയാണ് റിട്ടേണിംഗ് വാളിൽ വരും. അത് കൂടുതൽ ഹൈറ്റ് ആകുമ്പോൾ വേറെ കൂടുതൽ പ്രിക്കോഷൻസ് എടുക്കേണ്ടി വരും. റിട്ടേണിംഗ് വാൾ എന്ന് പറയുന്നത് മാക്സിമം ഒരു 6 മീറ്റർ ഹൈറ്റ് വരെയൊക്കെയാണ് നോർമലി പ്രൊവൈഡ് ചെയ്യാറുള്ളത്. ഓക്കെ, എന്നാൽ ഡാം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നല്ല ഹൈറ്റ് ഉള്ള സാധനങ്ങളാണ്. അപ്പോൾ പിന്നെ നമ്മൾ വരക്കുന്നത് സിമിലർ ആയതുകൊണ്ട് നമുക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ സിമിലർ ആയി വന്നത്? ഒരു ട്രപ്പിസോയിഡ് ആണ് രണ്ടിന്റെയും ക്രോസ് സെക്ഷൻ, പിന്നെ രണ്ടിനും ലാറ്ററൽ ആയിട്ട് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, പിന്നെ അതിന്റെ വെയിറ്റും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിന്റെ അനാലിസിസ് പാർട്ട് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഫോഴ്സുകളൊക്കെ സിമിലർ ആണ്, ഷേപ്പും സിമിലർ ആണ്. ഒന്ന് ചെറിയ സ്ട്രക്ചർ, ഒന്ന് വലിയ സ്ട്രക്ചർ, അത്രേ ഉള്ളൂ. മാത്രമല്ല ഇതിപ്പോ നിങ്ങൾ എക്സാമിന് ഇത് എന്തായാലും ചെയ്യുമ്പോൾ ഈ ഒരു ഡയഗ്രാം വരക്കണം. അപ്പൊ ഈ ഡയഗ്രാം വരക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ വാട്ടർ ആയിട്ട് കാണിക്കരുത്, എർത്ത് ആയിട്ട് തന്നെ കാണിക്കണം. എർത്തിന്റെ നൊട്ടേഷൻ ആണ് ഈ ഒരു സിമ്പിൾ കൊണ്ട് ഉദ്ദേശിച്ചത്. ഓക്കെ, നമുക്ക് പ്രോബ്ലം നോക്കാം. നമ്മൾ ഇത് ഡാമിൽ സിമിലർ പ്രോബ്ലം ചെയ്തത് തന്നെയാണ്, സെയിം പ്രോബ്ലം. അത് റിട്ടേണിംഗ് വാളിന്റെ കേസിൽ വരുമ്പോൾ ചെറിയ ആ പ്രഷറിന്റെ വ്യത്യാസം മാത്രം നമ്മൾ ജസ്റ്റ് ഒന്ന് ചെയ്തു പോവാന്ന് മാത്രം. ഇനി അതിന്റെ നിങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പറയും. ഓക്കെ, a masonry retaining wall of trapezoidal section is 6 meter height and 1 meter wide at top. 6 മീറ്റർ ഹൈറ്റ് ഉണ്ട്, ടോപ്പിൽ 1 മീറ്റർ വിഡ്ത്ത് ഉണ്ട്. നോർമലി ഈ 1 മീറ്റർ വിഡ്ത്തുള്ള റിട്ടേണിംഗ് വാൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാസൺറി റിട്ടേണിംഗ് വാൾ ആണ് ഇത്രയും വിഡ്ത്ത് വരിക. കോൺക്രീറ്റ് റിട്ടേണിംഗ് വാൾ ആകുമ്പോൾ അത്ര വിഡ്ത്തൊന്നും വരില്ല. ഓക്കെ, നോർമലി മാസൺറി റിട്ടേണിംഗ് വാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നമ്മളെ നാട്ടിലെ കരിങ്കല്ലുകൊണ്ട് കെട്ടിയിട്ടുണ്ടാവും അല്ലെ. അത് വലിയ ഹൈറ്റിലേക്ക് കെട്ടുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, താഴെ ഭയങ്കര വിഡ്ത്തായി, മുകൾക്ക് എത്തുമ്പോൾ ചെരിച്ചിട്ട് അത് വിടുത്ത് കുറക്കാണ് ചെയ്യുക. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അത് തന്നെയാണ്, സെയിം സംഭവം തന്നെയാണ്. ഓക്കെ, ഇറ്റ് റിട്ടൈൻസ് എ സോയിൽ ലെവൽ വിത്ത് ടോപ്പ്. അത് സോയിൽ റിട്ടൈൻ ചെയ്യുന്നുണ്ട്, ആ സോയിൽ ലെവലാണ് വിത്ത് ടോപ്പുമായിട്ട് ലെവലാണ്. ഓക്കെ, ഫൈൻഡ് ദ മിനിമം ബേസ് വിഡ്ത്ത് ഓഫ് ദ വാൾ ഇൻ ഓർഡർ ടു ഡെവലപ്പ് നോ ടെൻഷൻ അറ്റ് ദ ബേസ്. ഈ വാളിന്റെ താഴെയുള്ള ബേസ് വിഡ്ത്ത് എത്രയെന്ന് കണ്ടുപിടിക്കണം. ടെൻഷൻ തന്നെ പാടില്ല, ഡെവലപ്പ് ചെയ്യാൻ പാടില്ല. ഓക്കെ, specific weight of masonry 24 kilonewton per meter cube and that of soil is 18 kilonewton per meter cube. Angle of repose of soil is 30 degree and the backfill is vertical. Backfill is vertical എന്ന് പറയാൻ കാരണം ഇതാണ് അല്ലേ, വാട്ടർ ഫേസ് വെർട്ടിക്കൽ എന്ന് പറഞ്ഞ പോലെ ബാക്ക്ഫിൽ വെർട്ടിക്കൽ ആണ്. ചില കേസിൽ സ്ലോപ്ഡ് ആയതൊക്കെ ഉണ്ട്, പക്ഷെ റയർ ആണ്. പക്ഷെ നമുക്ക് പഠിക്കാനുള്ള കേസ് എന്ന് പറഞ്ഞാൽ ബാക്ക്ഫിൽ വെർട്ടിക്കൽ ആയിട്ടുള്ളതാണ്. അവിടെ ചെറിയൊരു ഇൻക്ലിനേഷൻ എങ്ങാനും വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ മാറും, സെന്റർ ഓഫ് ഗ്രാവിറ്റി ഒക്കെ മാറും. ഓക്കെ, ഗിവൺ ഡാറ്റ നമുക്കറിയാം, ഹൈറ്റ് 6 മീറ്റർ ആണ് തന്നിട്ടുണ്ട്, ടോപ്പ് വിഡ്ത്ത് A 1 മീറ്റർ ആണ് തന്നിട്ടുണ്ട്, ബോട്ടം വിഡ്ത്ത് നമുക്ക് B ആയിട്ട് എടുക്കാം. ഓക്കെ, വെയിറ്റ് ഓഫ് ദ വാൾ പെർ യൂണിറ്റ് ലെങ്ത് ഇറ്റ് ഈസ് A plus B divided by 2 into gamma into H into 1. ഓക്കെ, ദാറ്റ് ഈസ് 24 into A എന്ന് പറയുന്നത് 1 ആണ് തന്നിട്ടുണ്ട്, B നമുക്ക് അറിയില്ല, B ആണ് കണ്ടുപിടിക്കുന്നത്. 1 plus B divided by 2 into 6. 24 into 3 will be 72 into 1 plus B kilonewton ആണ് W കിട്ടിയത്. ഓക്കെ, ഇനി നമുക്ക് പ്രഷർ കിട്ടണം അല്ലെ.
lateral earth pressure per unit length എത്രയാണ് നമുക്കറിയാം ഇക്വേഷൻ ഗാമ എക്സ് സ്ക്വയർ ബൈ 2 ഇൻറ്റു 1 മൈനസ് സൈൻ 5 ഡിവൈഡഡ് ബൈ 1 പ്ലസ് സൈൻ 5 റാങ്കൈൻസ് ഫോർമുലയാണ്. ഓക്കെ, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഗാമ ഓഫ് ദി സോയിൽ തന്നിട്ടുണ്ട് 18 എന്ന്. ഹൈറ്റ് ഓഫ് ദി റിട്ടേൺ വാൾ ഈസ് 6 മീറ്റർ ആൻഡ് 5 is ആംഗിൾ ഓഫ് റീപോസ് ഇറ്റ് ഈസ് 30 ഡിഗ്രി. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുക 108 കിലോ ന്യൂട്ടൺ ആണ്. 108 കിലോ ന്യൂട്ടൺ. ഓക്കെ, ഇനി നമ്മൾ എന്താ യൂഷ്വലി ചെയ്യാം, മിനിമം ബേസ് വിഡ്ത്ത് കണ്ടുപിടിക്കുന്ന കേസിൽ നമുക്കറിയാം മിനിമം ബേസ് വിഡ്ത്ത് ടെൻഷൻ ഡെവലപ്പ് ചെയ്യാണ്ടിരിക്കണമെങ്കിൽ എക്സെൻട്രിസിറ്റി ഷുഡ് ബി ഈക്വൽ ടു ഓർ ലെസ് ദാൻ ബി ബൈ 6. എക്സെൻട്രിസിറ്റി ബി ബൈ 6 ഈക്വൽ ആയിട്ട് അങ്ങനെയുള്ള കേസിൽ എക്സെൻട്രിസിറ്റി കണ്ടുപിടിക്കാം. അത് നമുക്ക് എക്സെൻട്രിസിറ്റി കണ്ടുപിടിക്കാം, എന്നിട്ട് ബി ബൈ 6 ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബിയുടെ വാല്യൂ കിട്ടും. ഓക്കെ, നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ എക്സെൻട്രിസിറ്റി കണ്ടുപിടിക്കാം. എക്സെൻട്രിസിറ്റി ഡയഗ്രാം, ഈ ഡയഗ്രാം നമ്മൾ കുറെ ആയി ചെയ്യണം, ബൈ ഹാർട്ട് ആയിട്ടുണ്ടാവും അല്ലെ. ഡി എഫ് മൈനസ് ഡി ഒ, ഡിഇ പ്ലസ് ഇ എഫ്, എക്സ് ബാർ കിട്ടണം. എക്സ് ബാർ നമുക്കറിയാം ഇവിടെ എ അൺനോൺ, സോറി ബി അൺനോൺ ആണ്. സോ നമുക്ക് ബെറ്റർ ഡയറക്റ്റ് ഇക്വേഷൻ ഉപയോഗിക്കുന്നതാണ് നല്ലത്. എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ ഡിവൈഡ് ബൈ 3 ഇൻറ്റു എ പ്ലസ് ബി. അതിൽ എയുടെ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്റെ വാല്യൂ 1 ആണ് അല്ലെ. സോ 1 സ്ക്വയർ പ്ലസ് 1b, അതായത് ബി പ്ലസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 1 പ്ലസ് ബി സ്ക്വയർ പ്ലസ് ബി പ്ലസ് 1 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 1 പ്ലസ് ബി എന്ന് റീഅറേഞ്ചർ ചെയ്ത് എഴുതിയെന്ന് മാത്രം. ഓക്കെ, ഇനി നമുക്ക് ഇ എഫ് കണ്ടുപിടിക്കണം. ഇ എഫ് പി എച്ച് ബൈ 3w ആണ്, നമ്മൾ ചെയ്തതാണ്. സോ പി എന്ന് പറയുന്നത് 108 എച്ച് 6 3 ഇൻറ്റു 1 പ്ലസ് ബി ഇൻറ്റു 72, ദാറ്റ് ഈസ് 3 ബൈ 1 പ്ലസ് ബി. നമ്മൾ അത് ഇ എഫ് 3 ബൈ 1 പ്ലസ് ബി ആയിട്ട് എഴുതി അല്ലേ. ഇനി ഡി എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ബാർ പ്ലസ് ഇ എഫ് ആണ്. എക്സ് ബാർ നമുക്ക് കിട്ടിയിട്ടുണ്ട് ബി സ്ക്വയർ പ്ലസ് ബി പ്ലസ് 1 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 1 പ്ലസ് ബി. ഇ എഫ് 3 ബൈ 1 പ്ലസ് ബിയും കിട്ടി. നമുക്ക് ഡിനോമിനേറ്റർ കോമൺ ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മുകളിലും താഴെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം ഈ ഒരു ടേം. ഓക്കെ, അപ്പൊ മുകളിൽ 9 ആവും, താഴെ 3 ഇൻറ്റു 1 പ്ലസ് ബി ആവും. ഇവിടെയും താഴെ 3 ഇൻറ്റു 1 പ്ലസ് ബി ആണ്. സോ നമുക്ക് രണ്ടും ഡയറക്റ്റ് ആഡ് ചെയ്യാം അല്ലെ. അതായത് ബി സ്ക്വയർ പ്ലസ് ബി പ്ലസ് 1 ഇവിടെ 9 ആയല്ലോ, പ്ലസ് 9 ഡിവൈഡ് ബൈ 3 ഇൻറ്റു 1 പ്ലസ് അല്ലേ. അതായത് ബി സ്ക്വയർ പ്ലസ് ബി പ്ലസ് 10 ഡിവൈഡ് ബൈ 3 ഇൻറ്റു 1 പ്ലസ് ബി. ബി എഫിന്റെ വാല്യൂ. ഇനി എക്സെൻട്രിസിറ്റി കിട്ടണം നമുക്ക്. എക്സെൻട്രിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി എഫ് മൈനസ് ഡി ഒ, ഡയഗ്രാം തൊട്ട് മുമ്പത്തെ സ്ലൈഡിലുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന തന്നെ ഡി എഫ് മൈനസ് ഡി ഒ. ഡി ഒ എന്ന് പറഞ്ഞാൽ സെൻട്രലിലേക്കുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, ഡി ഒ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ബൈ 2. ഓക്കെ, സോ ബി സ്ക്വയർ പ്ലസ് ബി പ്ലസ് 10 ഡിവൈഡ് ബൈ 3 ഇൻറ്റു 1 പ്ലസ് ബി മൈനസ് ബി ബൈ 2. ഇതാണ് നമുക്ക് എക്സെൻട്രിസിറ്റി കിട്ടിയത്. നമുക്കറിയാം എക്സെൻട്രിസിറ്റി നമ്മുടെ ബേസിൽ ടെൻഷൻ ഡെവലപ്പ് ചെയ്യാണ്ടിരിക്കണമെങ്കിൽ എക്സെൻട്രിസിറ്റി ഷുഡ് ബി ഈക്വൽ ടു ബി ബൈ 6 അല്ലെങ്കിൽ അതിനേക്കാളും കുറവ്. നമുക്ക് ലിമിറ്റിംഗ് വാല്യൂ കിട്ടണമെങ്കിൽ നമ്മൾ ഇക്വേറ്റ് ചെയ്യണം. ഓക്കെ, രണ്ടും നമ്മൾ ഇക്വേറ്റ് ചെയ്യണം. ബി സ്ക്വയർ പ്ലസ് ബി പ്ലസ് 10 ഡിവൈഡ് ബൈ 3 ഇൻറ്റു 1 പ്ലസ് ബി മൈനസ് ബി ബൈ 2 ഈക്വൽ ടു ബി ബൈ 6. അപ്പോൾ ബി സ്ക്വയർ പ്ലസ് ബി പ്ലസ് 10 ഡിവൈഡ് ബൈ 3 ഇൻറ്റു 1 പ്ലസ് ബി ഈക്വൽ ടു ബി ബൈ 6 പ്ലസ് ബി ബൈ 2. രണ്ടും ബി ബൈ 6ഉം ബി ബൈ 2 ആഡ് ചെയ്ത് നമുക്ക് 2b ബൈ 3 കിട്ടും. നമുക്കിതില് രണ്ട് സ്ഥലത്തും 3 കട്ട് ചെയ്യാം, ഇവിടെ 3 കട്ട് ചെയ്ത് പോകും. പിന്നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ബി സ്ക്വയർ പ്ലസ് ബി പ്ലസ് 10 വിൽ ബി ഈക്വൽ ടു 2b ഇൻറ്റു 1 പ്ലസ് ബി അല്ലേ. അതായത് 2b പ്ലസ് 2b സ്ക്വയർ, 2b പ്ലസ് 2b സ്ക്വയർ. നമ്മൾ എന്താ ചെയ്യണം എന്ന് വെച്ചാൽ ഇതിലുള്ള എല്ലാ ടേമും ലെഫ്റ്റിലുള്ള എല്ലാ ടേമും റൈറ്റിലേക്ക് കൊണ്ടുവരാം. അപ്പോ 2b സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ബി സ്ക്വയർ ആവും, 2b മൈനസ് ബി ബി ആവും, 10 മൈനസ് 10 ആവും. സോ ബി സ്ക്വയർ പ്ലസ് ബി മൈനസ് 10 വിൽ ബി ഈക്വൽ ടു 0. b square plus b minus 10 will be equal to 0. അതിനർത്ഥം ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ബി സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 2.70 മീറ്റർ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a ചെയ്ത് കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് വാല്യൂ കിട്ടും, ഒരു പോസിറ്റീവ് വാല്യൂ കിട്ടും. പോസിറ്റീവ് വാല്യൂ എടുക്കുക 2.70 മീറ്റർ. സോ മിനിമം ബേസ് വിഡ്ത്ത് വിൽ ബി ഓഫ് ദ വാൾ വിൽ ബി 2.7 മീറ്റർ. ടോപ്പിൽ 1 മീറ്റർ ഉള്ള ആ ഒരു റിട്ടേണിംഗ് വാളിന്റെ ബേസ് വിഡ്ത്ത് എത്രയായിരിക്കണം? ഹൈറ്റ് 6 മീറ്റർ ഉള്ള ഒരു ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ അതിന്റെ ബേസ് വിഡ്ത്ത് മിനിമം 2.7 മീറ്റർ ആയിരിക്കണം ആസ് പെർ ദ പ്രസന്റ് കണ്ടീഷൻ. ഓക്കെ അല്ലേ? ഇനി ഓൾമോസ്റ്റ് ഇതെല്ലാ പ്രോബ്ലം ഡാംസ് റിട്ടേണിംഗ് വാളുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്.
രണ്ട് സിമിലർ തന്നെയാണ്, പ്രഷർ കണ്ടുപിടിക്കുന്നതിൽ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഈ മൊഡ്യൂളിൽ അവസാന പോർഷനിലോട്ടാണ് കടക്കാനുള്ളത്, ഫിക്സഡ് ബീംസ്. ഓക്കെ, അത് ഇന്ന് കടക്കുന്നില്ല, അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. അതിന് മുന്നേ ചെറിയൊരു പോർഷൻ നിങ്ങളെ സിലബസിൽ ഇല്ലാത്തതാണ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങളൊക്കെ കണ്ടിട്ടുള്ളതാണ്, അതുകൊണ്ട് അതും കൂടെ നമുക്ക് നോക്കാം. മിനിമം ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ, ഇത് ആക്ച്വലി ജിയോടെക്കിന്റെ പോർഷൻ ആണ്. നിങ്ങൾക്ക് റാങ്കിൻസ് ഫോർമുല ഒക്കെ പറഞ്ഞതുകൊണ്ട് നമുക്ക് അതുമായിട്ട് ബന്ധമുള്ള ഒരു റിലേഷൻ ആയതുകൊണ്ട് നമുക്ക് അതും കൂടെ ഒന്ന് നോക്കാം. നമുക്കൊരു ഫൗണ്ടേഷന്റെ മിനിമം ഡെപ്ത് എത്രയാന്നുള്ളത് റാങ്കിൻസ് ഫോർമുല പറയണത് Q by gamma into 1 minus sin phi divided by 1 plus sin phi the whole square. ഒരു ഫൗണ്ടേഷന്റെ ഡെപ്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയും, ഒരു കോളം ഉണ്ട്, ഈ കോളം നമ്മളൊരു ഫൂട്ടിംഗ് ഉണ്ടാവും അല്ലെ, ഇവിടെ ആയിരിക്കും ചിലപ്പോൾ ഇതിന്റെ ഗ്രൗണ്ട് ലെവൽ. ഓക്കെ, ഒരു ഫൗണ്ടേഷന്റെ ഡെപ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൗണ്ട് ലെവലിൽ നിന്നും ഇതിന്റെ ബേസ് വരെയുള്ള ഹൈറ്റ് ആണ് ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ. ഡി എന്നാണ്, ക്യാപിറ്റൽ ഡി ആണ് നോർമലി ഡിനോട്ട് ചെയ്യുക. ചില കേസിൽ ഡി സഫിക്സ് എഫ് എന്നും പറയാറുണ്ട്, ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ. ക്യാപിറ്റൽ ഡി തന്നെയാണ് നോർമലി കാണാറ്. ഇതാണ് ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ. അതിനുള്ള ഫോർമുല റാങ്കിൻസ് പറയുന്ന ഫോർമുലയാണ് Q by gamma into 1 minus sin phi divided by 1 plus sin phi the whole square. ഓക്കെ, ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ മറന്നു പോയതാണ്. ഓക്കെ, ഇനി ഇതിൽ ടേംസ് എന്തൊക്കെയാണ്? Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് ദ സോയിൽ, അതായത് നമ്മൾ ഇവിടെ വരുന്ന പ്രഷർ എല്ലാം താങ്ങുന്നത് താഴെയുള്ള സോയിലാണ് അല്ലെ. ഈ സോയിലിന് താങ്ങാൻ പറ്റാവുന്ന മാക്സിമം, സേഫ് ആയിട്ട് താങ്ങാൻ പറ്റാവുന്ന മാക്സിമം പ്രഷർ, അതാണ് സേഫ് ബിയറിംഗ് കപ്പാസിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. ജിയോടെക്കിൽ വരുന്ന പോർഷൻസ് ആണ്, അതാണ് സേഫ് ബിയറിംഗ് കപ്പാസിറ്റി. ഗാമ എന്ന് പറയുന്നത് യൂണിറ്റ് വെയിറ്റ് ഓഫ് ദ സോയിൽ, ഈ ഭാഗത്ത് വരുന്ന സോയിലിന്റെ യൂണിറ്റ് വെയിറ്റ്. ഫൈ നിങ്ങൾക്ക് അറിയാം, ആംഗിൾ ഓഫ് റീപോസ് അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഇന്റേണൽ ഫ്രിക്ഷൻ. ഓക്കെ, അതാണ് ഡി, മിനിമം ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ. Q സേഫ് ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയിൽ, ഗാമ യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽ. ഇപ്പൊ നമ്മൾ ഡാംസ് ആണെങ്കിലും റീറ്റെയിൻ വാൾ ആണെങ്കിലും നമ്മൾ പറഞ്ഞു ബേസിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ് എന്നല്ലേ. ഈ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഈ പ്രഷർ എന്ന് പറഞ്ഞാൽ എവിടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്? തൊട്ട് താഴെയുള്ള സോയിലോട്ടാണ്. കാരണം ഇതൊക്കെ സോയിലാണ് നമ്മൾ ഇതിന്റെ ബേസ് ഒക്കെ തുടങ്ങുക. ഓക്കെ, അപ്പോ നമ്മള് ആ സോയിലോട്ട് ഇതിന് എത്രത്തോളം ആ സോയിലിന് ഇത് എടുക്കാൻ പറ്റും ഈ സ്ട്രെസ്, അതാണ് ഇവിടെ ആക്ച്വലി ഈ സേഫ് ബിയറിംഗ് കപ്പാസിറ്റി കൊണ്ട് ഉദ്ദേശിച്ചത്. അങ്ങനത്തെ കേസിൽ നമുക്ക് എത്ര മിനിമം ഡെപ്ത് വേണം, അത്രയും സേഫ് ബിയറിംഗ് കപ്പാസിറ്റി കിട്ടണമെങ്കിൽ എത്ര മിനിമം ഡെപ്ത് വേണം എന്നുള്ളതാണ് ഈ ഫോർമുല കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഫോർമുല ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരു പ്രോബ്ലം കൂടി നമുക്ക് ചെയ്യാം, ജസ്റ്റ് ആ ഫോർമുല ഒന്ന് നോക്കാൻ വേണ്ടി മാത്രം. Find the minimum depth of foundation for a column carrying an axial load of 2000 kilonewton. Okay. Angle of repose of the soil is 30 degree and specific weight of the soil is 20 kilonewton per meter cube. And safe bearing pressure of the soil is 200 kilonewton per meter square. But axial load ഒക്കെ തന്നിട്ടുണ്ട്, അതിന്റെ ആവശ്യമില്ല. നമുക്ക് ബിയറിംഗ് കപ്പാസിറ്റി, സേഫ് ബിയറിംഗ് കപ്പാസിറ്റി തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ബിയറിംഗ് പ്രഷർ തന്നിട്ടുണ്ട്, യൂണിറ്റ് വെയിറ്റും തന്നിട്ടുണ്ട്, ആംഗിൾ ഓഫ് റീപോസ് കണ്ടുപിടിക്കാൻ, സോറി മിനിമം ഡെപ്ത് കണ്ടുപിടിക്കാനാണ്, ആംഗിൾ ഓഫ് റീപോസും തന്നിട്ടുണ്ട്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. Q 200 kilonewton per meter square, gamma 20, phi 30 degree. So D equal to 200 divided by 20 into 1 minus sin 30 divided by 1 plus sin 30 the whole square. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 1.111 മീറ്റർ. ഓക്കെ, നമ്മൾ സിലബസിലൊന്നും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് നമ്മൾ അതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മാത്രം. ചില കേസിൽ ഈ സെയിം പ്രോബ്ലം സേഫ് ബിയറിംഗ് കപ്പാസിറ്റി തരൂല, പകരം കോളത്തിന്റെ ലോഡും അതിന്റെ കോളത്തിന്റെ അല്ലെങ്കിൽ ഫൂട്ടിങ്ങിന്റെ ക്രോസ് സെക്ഷൻ ഏരിയയും തരും. ആക്ച്വലി നമ്മളിപ്പോ ഒരു കപ്പാസിറ്റി എന്നൊക്കെ പറയുന്നത് ആക്ച്വലി ഇതിൽ എത്രയാണോ വരുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുണ്ട്. ഇപ്പൊ ഒരു കോളത്തിൽ എത്രയാണോ മാക്സിമം സ്ട്രെസ് വരുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് സോയിൽ നിന്നുണ്ടാകുന്ന തിരിച്ച പ്രഷർ. ഓക്കെ, അപ്പൊ കോളത്തിൽ എത്രയാണോ ഡെവലപ്പ് ചെയ്യുന്നത് അത് അതിന്റെ ബിയറിംഗ് കപ്പാസിറ്റി അതിന് എടുത്തിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പൊ അത്തരം കേസിൽ ആക്സിയൽ ലോഡ് ഡിവൈഡഡ് ബൈ ഏരിയ ചെയ്ത് കഴിഞ്ഞാൽ Q കിട്ടും. ഓക്കെ, അത്ര ഡീപ്പായിട്ട് നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ എത്രയാണ്
ഈ ഒരു പോർഷൻ സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ തുടങ്ങിയിട്ട് കുറെ ദിവസങ്ങളായി. അപ്പം അതില് അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ഒരു പ്രോബ്ലം ഉള്ള ഒരു പോർഷൻ ആണ് ആക്ച്വലി ഈ ഡാംസ് ആൻഡ് റീറ്റെയിനിങ് വാൾ എന്ന് പറയുന്നത്. അപ്പോ ഈ ഡയറക്റ്റ് ആൻഡ് ബെൻഡിങ് സ്ട്രെസ്സിന്റെ ഒരു സെഷൻ ഏകദേശം നമ്മൾ കഴിഞ്ഞു. നമ്മള് ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി, അതായത് ആക്സിയൽ മെമ്പേഴ്സിന്റെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ട്രസ്സിൻ്റെതും, അതും ഒരു ആക്സിയൽ മെമ്പർ ആണ്. അതിൽ കോളത്തിന്റെ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി എത്ര തുടങ്ങിയ കാര്യങ്ങളാണ് ഫസ്റ്റ് മൊഡ്യൂളും കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തു. ആക്സിയൽ ലോഡ് എങ്ങനെയാണ് അനലൈസ് ചെയ്യാം. രണ്ടാമത്തെ മൊഡ്യൂൾ വന്നപ്പോൾ ഡയറക്റ്റ് ആൻഡ് ബെൻഡിങ് സ്ട്രെസ്സസിലോട്ട് നമ്മൾ എത്തി. രണ്ടാമത്തെ മൊഡ്യൂളിന്റെ അവസാനത്തെ പോർഷൻ പറയുന്നത് ബീംസിലോട്ട് നമ്മൾ കടക്കുകയാണ്. ബെൻഡിങ് സ്ട്രെസ്, ബെൻഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലോട്ടാണ് നമ്മൾ കടക്കുന്നത്. അത് നിങ്ങൾ ടോസ് 1 സിംപ്ലി സപ്പോർട്ടർ ബീമിന്റെ അനാലിസിസും അതിന്റെ ഷിയർ ഫോഴ്സ്, ബെൻഡിങ് മൊമെന്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തതാണ്. ഇതിന്റെ ബാലൻസ് പോർഷൻ ആയിട്ടാണ് ഇനി നമുക്ക് വരുന്നത്. ഇനി ഫിക്സഡ് ബീമിന്റെ കേസിൽ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് ഇനി കിടക്കുന്നത്. ഓക്കെ, ഇത്ര കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. കോംപ്ലിക്കേറ്റഡ് അല്ല, ഞാൻ പറഞ്ഞത് കുറച്ചുകൂടി ഹയർ ലെവൽ. നിങ്ങൾ ടോസ് 1 പഠിച്ചത് എന്താണോ അതിന്റെ കുറച്ചുകൂടി ഹയർ ആയിട്ടുള്ള ഒരു ലെവൽ. അപ്പോ അതില് ഫിക്സഡ് ബീമിനെ ആണ് നമുക്ക് പഠിക്കാൻ. ഒരു സിംപ്ലി സപ്പോർട്ടർ ബീമും ഒരു ഫിക്സഡ് ബീം. ഓക്കെ, ഒരു സിംപ്ലി സപ്പോർട്ടർ ബീം നിങ്ങൾക്കറിയാം. സിംപ്ലി സപ്പോർട്ടർ ബീം എന്ന് പറയുമ്പോൾ നോർമലി ഒരു സൈഡ് ഹിഞ്ച് ആയിരിക്കും. കുറച്ച് ബേസിക്സ് അറിയാൻ വേണ്ടിയിട്ടാണ് പറയണത്. ഒരു സൈഡ് റോളർ ആയിരിക്കും. ഓക്കെ, ഒരു സിംപ്ലി സപ്പോർട്ടർ ബീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡ് ഹിഞ്ചും ഒരു സൈഡ് റോളറാണ്. ഒരു ഹിഞ്ച്ഡ് സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ റൊട്ടേഷൻ ഫ്രീ ആണ്, മൊമെന്റ് റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവിടെ റെസിസ്റ്റ് ചെയ്യപ്പെട്ടത് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ മോഷനെയാണ് അവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ടുള്ളത്. അതാണ് ആ സപ്പോർട്ടിന്റെ പ്രത്യേകത. എന്നാൽ ഒരു റോളർ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടിക്കൽ മോഷനെ മാത്രമേ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അതായത് അതിന് അവിടെ ഒരു റിയാക്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നർത്ഥം. ഹൊറിസോണ്ടൽ ആയിട്ടുള്ള മൂവ്മെന്റും പോസിബിൾ ആണ്, അവിടെ റൊട്ടേഷനും പോസിബിൾ ആണ്. ഇതാണ് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം. അപ്പോൾ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അൺനോൺ ആയിട്ടുള്ളത് ഇവിടെ 3 അൺനൗൺസ് ആണ് നമുക്ക് മാക്സിമം ഉണ്ടാവും. ഇവിടെ 2 റിയാക്ഷനും, അതായത് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ റിയാക്ഷൻ, ഇവിടുത്തെ വെർട്ടിക്കൽ റിയാക്ഷൻ. ഓക്കെ, നമുക്ക് 3 ഇക്വേഷൻസും ഉണ്ട്. ഏതൊക്കെയാണ് 3 ഇക്വേഷൻ? ഇക്വിലിബ്രിയം ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, ഹൊറിസോണ്ടൽ ഇക്വിലിബ്രിയം, വെർട്ടിക്കൽ ഇക്വിലിബ്രിയം, പിന്നെ മൊമെന്റ് അബൌട്ട് എനി പോയിന്റ് ഈക്വൽ ടു 0. നോർമൽ കേസിൽ വെർട്ടിക്കൽ ലോഡിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി 0. ഹൊറിസോണ്ടലി നമ്മൾ റെസിസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഇതാണ് ഒരു സിംപ്ലി സപ്പോർട്ടർ ബീമിന്റെ കേസിൽ. അവിടെ നമുക്ക് ഇക്വേഷനും അൺനോണും ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഒരു ഫിക്സഡ് ബീം. എന്താണ് ഒരു ഫിക്സഡ് ബീം? ഫിക്സഡ് ബീമിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ട്. എന്താണ് ഒരു ഫിക്സഡ് ബീം? രണ്ട് സൈഡിലും ഫിക്സഡ് സപ്പോർട്ട്. എന്താണ് ഒരു ഫിക്സഡ് സപ്പോർട്ടിന്റെ പ്രത്യേകത? ഫിക്സഡ് സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എല്ലാം അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 3 ടൈപ്പ് മോഷൻ ആണ് ഒരു സപ്പോർട്ടിന് അല്ലെങ്കിൽ ഒരു പ്ലെയിനിൽ നമുക്ക് അലോവബിൾ ആയിട്ടുള്ളത്, അല്ലേ? നമ്മൾ 2 കോർഡിനേറ്റ് വെച്ച് പറയണം. നമുക്ക് ഒരു പ്ലെയിനിലുള്ള ഒരു ഒബ്ജക്റ്റിനെ 2 രീതിയിൽ മൂവ് ചെയ്യിക്കാം. ഒന്ന് ഈ ഒരു ഡയറക്ഷനിലും ഒന്ന് ഈ ഡയറക്ഷനിലും. നമ്മളെ കോർഡിനേറ്റ് വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. നമുക്ക് ഏത് ഡയറക്ഷനിലും മൂവ് ചെയ്യാം, പക്ഷെ നമ്മൾ കോർഡിനേറ്റ് വൈസ് നമ്മൾ എക്സ് ഡയറക്ഷനും വൈ ഡയറക്ഷനും, അതാണ് 2 മൂവ്മെന്റ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരൊറ്റ പ്ലെയിനിലുള്ള മെമ്പർ ആണ് നമ്മൾ ഈ ബീം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്ലെയിൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ ഈ പ്ലെയിനിൽ ഇതിനെ റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ 3 പോസിബിൾ മൂവ്മെന്റ്സ് ആണ് ഒരു ഒബ്ജക്റ്റിനുള്ളത് അല്ലെങ്കിൽ ഒരു സപ്പോർട്ടിനുള്ളത്. ഈ 3 എണ്ണം അറസ്റ്റ് ചെയ്യപ്പെട്ടതാണ് ഒരു ഫിക്സഡ് ബീം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ ഫിക്സഡ് ബീമിന് അവിടെ റിയാക്ഷൻ, വെർട്ടിക്കൽ റിയാക്ഷൻ വി ഉണ്ടാവും, ഹൊറിസോണ്ടൽ റിയാക്ഷൻ എച്ച് ഉണ്ടാവും, മൊമെന്റ് എം ഉണ്ടാവും. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടെ 3 അൺനോൺ, ഇവിടെ 3 അൺനോൺ, അല്ലെ? നമുക്ക് ടോട്ടൽ 6 അൺനോൺ. നമുക്ക് ആകെ 3 ഇക്വേഷനേ ഉണ്ടാവൂ. അപ്പോഴും 3 ഇക്വേഷൻ തന്നെ ഉള്ളൂ. അപ്പോ ഇവിടെ 3 ഇക്വേഷനേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇത് എല്ലാ അൺനോൺസും കണ്ടുപിടിക്കാൻ പറ്റില്ല. 3 എണ്ണം എന്താവും?
അൺനൗൺസ് വരും, 3 അൺനൗൺ എക്സ്ട്രാ വരും അല്ലേ. ഇൻഡിറ്റർമിനൻസി എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ, ഇൻഡിറ്റർമിനേറ്റ് ആണ് അല്ലേ. അപ്പൊ നമുക്ക് ഇനി എങ്ങനെ ഇവിടെ ബാക്കിയുള്ള ഇതിന്റെ റിയാക്ഷൻസും മൊമെന്റ് ഒക്കെ കണ്ടുപിടിക്കാം. മേജർ ആയിട്ട് ഫിക്സഡ് എൻഡ് മൊമെന്റ് എങ്ങനെ കണ്ടുപിടിക്കാം. ഈ ഫിക്സഡ് എൻഡ് മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ റെസിസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ടല്ലോ, ഇവിടുത്തെ റിയാക്ഷൻ ആണ് ആക്ച്വലി. അതെങ്ങനെ കണ്ടുപിടിക്കാം, അതിന് നമുക്ക് കുറച്ച് മെത്തഡുകളൊക്കെ ഉപയോഗിക്കാം തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, പിന്നെ അഡ്വാൻറ്റേജസ് ഓഫ് ഫിക്സഡ് ബീം, നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം ഇവിടെ എല്ലാ തരത്തിലുള്ള മോഷൻസും റെസ്ട്രിക്ട് ചെയ്തുകൊണ്ട് തന്നെ ഇത് കുറച്ചുകൂടി സ്ട്രക്ചറലി സ്റ്റേബിൾ ആണ്. അപ്പോൾ ഒരു സാധാ സിംപ്ലി സപ്പോർട്ടർ ബീമിനേക്കാളും ഫിക്സഡ് ബീമിന് ഉണ്ടാകുന്ന അഡ്വാൻറ്റേജസുകൾ എന്തൊക്കെ, പിന്നീട് ഉള്ളത് നമുക്ക് നിങ്ങളൊരു സിംപ്ലി സപ്പോർട്ടർ ബീമിന്റെ കേസിൽ പോയിന്റ് ലോഡ് അറ്റ് സെന്റർ അല്ലെങ്കിൽ UDL ഇതൊക്കെ വരുന്ന കേസിൽ എങ്ങനെയാണ് അതിന്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം, അതിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിച്ചിരുന്നു. അതേ കേസ് ഈ ഫിക്സഡ് ബീമിലും പോയിന്റ് ലോഡും UDL വരുമ്പോൾ ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം, ഇത്രയാണ് ഈ പോർഷനിൽ വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്കത് അടുത്ത ക്ലാസ്സിൽ ഫ്രഷ് ആയിട്ട് തുടങ്ങാം. ഈ ഭാഗത്ത് ഇത് ഷിയർ ഫോഴ്സ്, ബെൻഡിങ് മൊമെന്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ടോസ് 1 പഠിച്ചാണ്. എന്തെങ്കിലും ഡൗട്ടുകൾ ഞാൻ പറയുമ്പോൾ ആ തുടക്കത്തിലേ ക്ലിയർ ചെയ്ത് പോവാം. മാക്സിമം ബേസിക്സ് തൊട്ട് തന്നെ ഞാൻ പറഞ്ഞു തുടങ്ങും. ഓക്കെ, എന്നാലും ഇത് നിങ്ങളുടെ തൊട്ട് മുമ്പത്തെ സബ്ജക്റ്റിന്റെ ബാക്കിയായിട്ട് പഠിപ്പിക്കുന്നത് കൊണ്ട് ചിലപ്പോ ചില പോയിന്റ് ഒക്കെ ചിലപ്പോൾ മിസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് അറിയാമല്ലോ എന്നുള്ള രീതിയിൽ മിസ് ചെയ്യാം. അപ്പൊ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അപ്പൊ ക്ലിയർ ചെയ്ത് പോകണം. ഇനി അങ്ങോട്ടുള്ള പോർഷൻസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ബീമുമായിട്ട് റിലേറ്റ് ചെയ്ത് അതിന്റെ ഡിഫ്ലക്ഷൻ, അതിന്റെ അനാലിസിസ് പാർട്ടുകളാണ്. കംപ്ലീറ്റ് ആ ഒരു ഇതിലാണ് പോയത്. ഇതുവരെയുള്ള പോർഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോസ് 1 ആയിട്ട് വലിയൊരു കണക്ഷൻ ഇല്ലാത്ത ഭാഗങ്ങളായിരുന്നു കുറച്ചെങ്കിലും. ഓക്കെ, ഇനി അങ്ങോട്ട് കംപ്ലീറ്റ് ടോസ് 1 ആയിട്ട് കണക്റ്റഡ് ആണ്. ഷിയർ ഫോഴ്സ്, ബെൻഡിങ് മൊമെന്റ്, റിയാക്ഷൻസ് എങ്ങനെ കണ്ടുപിടിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ്. നിങ്ങൾക്ക് അറിയാം എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓഫ്ലൈൻ ക്ലാസ് മനസ്സിലായി നിങ്ങൾക്ക് റിയാക്ഷനെ കണ്ടുപിടിക്കാൻ എല്ലാവർക്കും അറിയാം. ഓക്കെ, അതുപോലെ തന്നെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാനും ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാനും അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, എല്ലാവരും ചെയ്യുന്നവരാണ്. അപ്പൊ അതിൽ എന്തെങ്കിലും ആ ഭാഗത്ത് വല്ല ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് അപ്പൊ ക്ലിയർ ചെയ്ത് പോകണം, അല്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായി മാറും. ഓക്കെ, അപ്പൊ നാളെ മുതൽ നമുക്ക് ഫ്രഷ് ആയിട്ട് ഫിക്സഡ് ബീമിന്റെ പോർഷൻസ് തുടങ്ങാം. 2 ക്ലാസ് കിട്ടി കഴിഞ്ഞാൽ 2 3 ക്ലാസ്സിൽ അത് തീരും. ഓക്കെ, പിന്നീട് നമുക്ക് തേർഡ് മൊഡ്യൂളിൽ കിടക്കാം. തേർഡ് മൊഡ്യൂൾ കുറച്ച് വാസ്റ്റ് ആണ്. ഓക്കെ, ഇനി ആസ് യൂഷ്വൽ നമുക്കൊരു അസൈൻമെന്റ് ടെസ്റ്റ്, നിങ്ങളിത് ഞാൻ അസൈൻമെന്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞത് നിങ്ങളെ നോട്ടിൽ കണ്ടിന്യൂസ് ഈ ഇപ്പോൾ റിട്ടേൺ വാളുമായിട്ട് ബന്ധപ്പെട്ട 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇത്. 5ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ നിങ്ങളെ ബുക്കിൽ കാണണം. അത് നിങ്ങൾ ചെയ്ത് നോക്കും വേണം. കുറച്ച് പേരൊക്കെ ചെയ്യുന്നുണ്ട്, ഡൗട്ടുകൾ ചോദിക്കുന്നുണ്ട്, ആൻസർ എത്രയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വളരെ സന്തോഷം. അതുപോലെ തന്നെ ബാക്കിയുള്ളവർ കൂടി അത് ചെയ്യുക. ഓക്കെ, ഇത് ലാസ്റ്റ് വെച്ച് ഞാനൊരു സമയത്ത് പെട്ടെന്ന് ഇപ്പോൾ സബ്മിറ്റ് ചെയ്യാൻ പറയും. ഇനി മിക്കവാറും ഓൺലൈൻ തന്നെ ചിലപ്പോൾ സബ്മിറ്റ് ചെയ്യാൻ പറയും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഇതിൽ അസൈൻമെന്റ് ടെസ്റ്റുകൾ മാത്രം ഫോട്ടോ എടുത്ത് അതിപ്പോ PDF ക്ലബ് ചെയ്യാൻ പറ്റുമല്ലോ എല്ലാ പേജുകളും. ഇപ്പം ക്യാം സ്കാനറിലൊക്കെ ഒറ്റ PDF ആയിട്ട് എടുക്കാൻ പറ്റും. അങ്ങനെ സബ്മിറ്റ് ചെയ്യാൻ പറയും. ഞാൻ ടൈം തരൂല, ഷുവറായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ടൈം തരൂല. ഞാൻ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞ വിത്തിൻ 1 മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറോ തരുള്ളൂ. അപ്പൊ അതിന് മുന്നേ എല്ലാം ഇത് റെഡിയാക്കി വെക്കുക, എല്ലാ ആൻസറും റെഡിയാക്കി വെക്കുക, എന്നിട്ട് സബ്മിറ്റ് ചെയ്യുക. അത്യാവശ്യം ആയിട്ടുണ്ടാവും എനിക്കറിയാം. ഓക്കെ, അപ്പൊ എല്ലാം കൂടെ ഒരുമിച്ച് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇതും കൂടി അതിൽ ചെയ്യാം. ട്രപ്പിസോഡ് റിട്ടേൺ വാൾ ഹാസ് ടോപ്പ് വിഡ്ത്ത് 3 meter and bottom width 6 meter. It has to return earth level with the top of the water. ടോപ്പ് വരെ എർത്ത് ഉണ്ട്. ആംഗിൾ ഓഫ് റീപോസ് തന്നിട്ടുണ്ട്, യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽ തന്നിട്ടുണ്ട്, യൂണിറ്റ് വെയിറ്റ് ഓഫ് മാസൺറി തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ മാക്സിമം ഹൈറ്റ് അപ് ടു വിച്ച് എർത്ത് ക്യാൻ ബി റിട്ടേൺഡ് ഇഫ് നോ ടെൻഷൻ ഈസ് ടു ഡെവലപ്പ് ഇൻ ദ ബേസ്. അതായത് റിട്ടേൺ വാളിന്റെ ഹൈറ്റ് തന്നിട്ടില്ല, അപ്പൊ ഹൈറ്റ് എത്രയാണെന്നാണ് ചോദിച്ചത്. ഓക്കെ, അത് നമ്മൾ എക്സെൻട്രിസിറ്റി കണ്ടുപിടിച്ച് ഇക്വേറ്റ് ചെയ്താൽ മതി. ഇവിടെ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, ബേസിൽ ടെൻഷൻ ഡെവലപ്പ് ചെയ്യാൻ പാടില്ല. ഓക്കെ, നമ്മൾ ഡാമിന്റെ കേസ് സെയിം ക്വസ്റ്റ്യൻ ചെയ്തതാണ്. അപ്പൊ അത് റിട്ടേൺ വാൾ ആയി എന്ന് മാത്രം. ഓക്കെ, നമുക്ക് ഇന്നത്തെ ലാസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കാര്യങ്ങൾ ഫോളോ ചെയ്യുക. വൈകായിട്ട് യൂട്യൂബിലെ ബാക്കി വീഡിയോസ് കണ്ടിരിക്കണ പോലെ കണ്ടിരിക്കരുത്. നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾ പഠിക്കാതിരിക്കണ പോലെ തന്നെ
പുസ്തകമൊക്കെ മുന്നിൽ വെച്ച് എഴുതി ഒപ്പം ചെയ്ത് പോകണം. അല്ലാതെ ബെഡിൽ കിടന്നിട്ടും അല്ലെങ്കിൽ ചാരി ഇരുന്നിട്ടൊക്കെ സാധാ ഒരു യൂട്യൂബിൽ ബാക്കി വ്ളോഗർമാരെ വീഡിയോ കാണുന്ന പോലെ കണ്ടു പോകരുത്. ബുദ്ധിമുട്ടാവും, ഭയങ്കര ബുദ്ധിമുട്ടാവും. S3 S4 ഒക്കെ നിങ്ങൾക്ക് എക്സാം ഇല്ലാണ്ട് കഴിച്ചിലാവുമെന്ന് തോന്നുന്നില്ല. കാരണം എന്തായാലും ഞാൻ പ്രിൻസിപ്പളുടെ അടുത്ത് പോയിരുന്നു. പ്രിൻസിപ്പളോട് സംസാരിച്ചപ്പോഴൊക്കെ എക്സാം ഉണ്ടാവും തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. S3 ഉണ്ടാവും, S4 ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. കാരണം നിങ്ങളെ ഒരു ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് തരണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇയറിൽ പാസ്സാക്കി വിട്ട പോലെ അല്ല ചിലപ്പോൾ കാര്യങ്ങൾ. അങ്ങനെ അത് ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമാകും. അതുകൊണ്ട് സെമസ്റ്റർ എക്സാം കൂടെ നടത്തുക തന്നെ വേണം എന്നുള്ളതാണ് ഇപ്പോൾ എടുത്ത തീരുമാനങ്ങൾ എന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ എക്സാം ഉണ്ടാവും. ഓക്കെ, കൃത്യമായിട്ട് അത് ഫോക്കസ് ചെയ്ത് പഠിക്കാം. ഓക്കെ, താങ്ക് യു.